കല്യാണ മഹാമഹത്തിന് വേദിയായി ഗുരുവായൂർ അമ്പലനട 353 കല്യാണങ്ങൾ ഇന്ന് നടന്നു. ക്ഷേത്ര ദർശനവും വിവാഹങ്ങളും സുഗമമായി നടക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ചിങ്ങമാസത്തിലെ ചോതി നക്ഷത്രം വിവാഹത്തിന് അനുയോജ്യമാണെന്ന വിശ്വാസമാണ് ഗുരുവായൂരിൽ കല്യാണപ്പൂരത്തിന് അരങ്ങൊരുക്കിയത്. യുവമിഥുനങ്ങളാണ് ഗുരുവായൂരപ്പന് മുന്നിൽ ഇന്ന് വിവാഹിതരായത്. ഗുരുവായൂരിൽ ഇത്രയധികം കല്യാണങ്ങൾ ഒരു ദിവസം നടക്കുന്നത് സമീപകാല ചരിത്രത്തിൽ ആദ്യം. ഒരു 4.5 മണിക്കൂർ കൊണ്ട് 300-ലധികം കല്യാണങ്ങൾ ഇപ്പോഴ് നടന്നു കഴിഞ്ഞു. ഇനി നാമമാത്രമായിട്ടുള്ള കല്യാണങ്ങൾ മാത്രമേ നടക്കാനുള്ളൂ. ഒരു കൂട്ടായ്മയുടെ വിജയമാണിത്. പുലർച്ചെ 4 മണി മുതൽ വധൂവരന്മാർ മണ്ഡപങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. കാത്തുനിൽപ്പില്ലാതെ, നീണ്ട മന്ത്രങ്ങളോ ചടങ്ങുകളോ ഇല്ലാതെ 3 മിനിറ്റിൽ താലികെട്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര പെട്ടെന്ന് സെറ്റാവും വിചാരിച്ചത്. കാരണം ഇത്ര തിരക്കുള്ളതുകൊണ്ട് 300 മേലെ വിവാഹങ്ങൾ ബുക്ക് ചെയ്തിരുന്നു. പക്ഷെ ഞാൻ വളരെ പെട്ടെന്ന് എത്താൻ പറ്റി. വളരെ സന്തോഷമാണ്. എൻ്റെ കല്യാണം 5 മണിക്കാണ്. ഹാപ്പിയാണ്. ഓർത്തതേ ഇല്ല കേട്ടോ. 390-400 പറഞ്ഞു. പക്ഷെ ആളുകൾ ഇവിടെ വന്ന് നമ്മളങ്ങ് പപ്പായിപ്പോയി. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാരടക്കം 24 പേർക്ക് മാത്രമേ മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശനം അനുവദിച്ചുള്ളൂ. 2 മണ്ഡപങ്ങൾ അധികമായി സജ്ജീകരിച്ചു. ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്ക് പുറമെ പോലീസിനെയും സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിരുന്നു. വിവാഹ നെട്ടോട്ടവും പൊതുവെ ഞായറാഴ്ചകളിൽ ഉണ്ടാകുന്ന ഭക്തജന തിരക്കും കൂടിക്കലരാതിരിക്കാൻ ദേവസ്വം ഒരുക്കിയ ക്രമീകരണങ്ങൾ ഗുണമായെന്ന് തന്നെ പറയാം. ഗുരുവായൂർ അമ്പലനടയിൽ നിന്നും നന്ദകിഷോറിനൊപ്പം അശ്വിൻ പാലാഴി, 24.